ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 6ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് സെക്കൻഡ് ടേം എക്സാം ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം എല്ലാവർക്കും അറിയാലോ, കോംപ്രിഹെൻഷനാണ്. പാസേജ് തരും, അതിൽ നിന്ന് 5 ചോദ്യങ്ങളുണ്ടാവും. 5 മാർക്കിൻ്റേതാണ് ചോദ്യം. അപ്പോൾ 5 ചോദ്യത്തിന് ഉത്തരം ഈ പാസേജ് തന്നെ ഉണ്ടാകും. ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റോറി ആയിരിക്കും, ചിലപ്പോൾ പോയമായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റോറി നല്ലവണ്ണം വായിച്ച് നോക്കാം. നമുക്കറിയാവുന്ന സ്റ്റോറിയൊക്കെ ആയിരിക്കും. നമ്മൾ നാളിലെ നമ്മൾ കേട്ട് സ്റ്റോറികൾ തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് എത്രത്തോളം നിങ്ങൾക്ക് വായിക്കാനും അർത്ഥം മനസ്സിലാക്കാനും അറിയാമെന്നത് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഒരു ആക്ടിവിറ്റി. ഇത് കമ്പൽസറിയാണ്. നമുക്ക് 6 ആക്ടിവിറ്റീസാണ് ചെയ്യേണ്ടത്. അതിൽ ആക്ടിവിറ്റി 1 ഈസ് കമ്പൽസറി, വളരെ സിമ്പിളാണ്. പിന്നെ നമുക്ക് എഡിറ്റിംഗ് ഉണ്ടാവും, ചിലപ്പോൾ പോസ്റ്റർ ഉണ്ടാവും, സീക്വൻസിങ് ദ സ്റ്റോറി, കോൺവെർസേഷൻ, ഇതൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, എ ടേസ്റ്റി ഫോക്സ് ഫെൽ ഇൻ ടു ദ വെൽ ഇൻ ഹോട്ട് സമ്മർ. അപ്പോൾ ഒരു ദാഹിച്ചു വലഞ്ഞ ഒരു കുറുക്കൻ എവിടെ വീണു? ഒരു കിണറ്റിൽ വീണു. ഈ ട്രൈ ടു എസ്കേപ്പ്, രക്ഷപ്പെടാൻ നോക്കി, ബട്ട് ഹീ കുഡിൻറ്റ്, പക്ഷെ കഴിഞ്ഞില്ല. ആഫ്റ്റർ സം ടൈം ദർ കെയിം എ ഗോട്ട്. അപ്പോൾ അവിടെ ആരാ വന്നത്? ഒരു ഗോട്ട് വന്നു, ഒരു ആട് വന്നു. ദ ഗോട്ട് ഹിയർഡ് എ സ്ട്രേഞ്ച് വോയിസ് ഫ്രം ദ വെൽ. അപ്പോൾ ഗോട്ട് എന്ത് കേട്ടു? ആട് കിണറിൽ നിന്ന് ഒരു അപരിചിതമായ ഒരു ശബ്ദം കേട്ടു. ദ ഗോഡ് പീപ്ഡ് ഇൻ ടു ദ വെൽ. അപ്പോൾ ആ വെല്ലിലേക്ക്, കിണറിലേക്ക് എത്തി നോക്കി. ഷീ സോ ദ ഫോക്സ് ദർ. അപ്പോൾ ആരെ കണ്ടു? ഫോക്സിനെ കണ്ടു. ഹേ ഫോക്സ്, വൈ ആർ യു ഹിയർ? നീ എന്താ ഇവിടെ? ഷീ ആസ്ഡ്. ഐ ആം ഹിയർ ടു ഡ്രിങ്ക് ദ സ്വീറ്റ് വാട്ടർ. ഞാനിവിടെ ഉള്ളത്, നീ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പം ഫോക്സ് എന്താ പറഞ്ഞത്? ഐ ആം ഹിയർ ടു ഡ്രിങ്ക് ദ സ്വീറ്റ് വാട്ടർ, നല്ല മധുരമുള്ള വെള്ളം കുടിക്കാൻ ഞാൻ ഇവിടെ വന്നതാണ് എന്ന് പറഞ്ഞു. ദ കണ്ണിങ് ഫോക്സ് റിപ്ലൈഡ്. അപ്പോൾ ഫോക്സിന് അറിയാലോ, എപ്പോഴും കണ്ണിങ് ആയിരിക്കും അല്ലേ, സൂത്രശാലിയാണ്. ഹിയറിങ് ദിസ് ദ ഗോഡ് ജംപ്ഡ് ഇൻ ടു ദ വെൽ. അപ്പോൾ ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി ഗോഡ് എന്ത് ചെയ്തു? ആ കിണറിലേക്ക് ചാടി. സഡൻലി ദ ഫോക്സ് ജംപ്ഡ് ഓൺ ദ ഗോഡ്സ് ബാക്ക് ആൻഡ് എസ്കേപ്ഡ്. അപ്പോൾ അവിടെ എന്ത് സംഭവിച്ചു? ആ ഫോക്സ് ഗോട്ടിൻ്റെ പുറകിൽ കയറി ജമ്പ് ചെയ്തു, എന്നിട്ട് രക്ഷപ്പെട്ടു. ഗുഡ് ബൈ ഫ്രണ്ട്സ്. ഓക്കെ, ബൈ എന്ന് പറഞ്ഞു പോയി. ദ ഫോക്സ് സെറ്റ് ആൻഡ് റൺ അവേ. ഇതും പറഞ്ഞ് ഫോക്സ് അങ്ങോട്ട് ഓടിപ്പോയി. ദ ഗോഡ് റിയലൈസ്ഡ് ഹെർ ഫൂളിഷ്നെസ്. അപ്പോഴാണ് ആടിന് തൻ്റെ ആ മണ്ടത്തരം മനസ്സിലായത്. ഷീ റിമെമ്പേർഡ് ഹെർ മദേഴ്സ് വേർഡ്. അപ്പോഴാണ് അമ്മയുടെ വാക്കുകൾ മനസ്സിലേക്ക് വന്നത്, ഓർത്തെടുത്തത്. ബി കെയർഫുൾ, ശ്രദ്ധിക്കണം. വൈൽ ടോക്കിംഗ് ദ വേർഡ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അപ്പോൾ സ്ട്രേഞ്ചേഴ്സിൻ്റെ വാക്കുകൾ, സ്ട്രേഞ്ചേഴ്സിനോട് സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം എന്ന് ആര് പറഞ്ഞു? അമ്മ പറഞ്ഞത് ഓർമ്മ വന്നു. ബി കെയർഫുൾ വൈൽ ടേക്കിംഗ് ദ വേർഡ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ്. അപരിചിതരുടെ വാക്ക് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ചോദ്യം നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഹാപ്പൻ ടു ദ ഫോക്സ്? ഫോക്സിന് എന്താ പറ്റിയത്? ദ ഫോക്സ് വെൽ ഇൻ ടു എ വെൽ ആൻഡ് കുഡിൻറ്റ് എസ്കേപ്പ്. അത് നമ്മുടെ ഫസ്റ്റ് സെൻറ്റൻസിലുണ്ട് അല്ലേ. ഫോക്സ് ഫെൽ ഇൻ ടു ദ വെൽ ആൻഡ് ട്രൈ ടു എസ്കേപ്പ്, ഹി കുഡിൻറ്റ്. അപ്പം നമുക്ക് ചുരുക്കി എഴുതാം. എങ്ങനെ എഴുതാം? ദ ഫോക്സ് ഫെൽ ഇൻ ടു എ വെൽ ആൻഡ് കുഡിൻറ്റ് എസ്കേപ്പ്. നെക്സ്റ്റ് എന്താണ്? ഐ ആം ഹിയർ ടു ഡ്രിങ്ക് ദ സ്വീറ്റ് വാട്ടർ. ദ ഫോക്സ് സെഡ്. വൈ ഡിഡ് ഹീ സേ സോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഹി വാണ്ടഡ് ടു മേക്ക് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനാണോ? അല്ല. ഹി വാണ്ടഡ് ടു ഈറ്റ് ദ ഗോട്ടിനെ തിന്നാനാണോ? അല്ല. ഹി വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ദ വെൽ. അതാണ് ശരി. ഹി വാണ്ടഡ് ടു ഹെൽപ്പ് ദ ഗോട്ട്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ ഹി വാണ്ടഡ് ടു എസ്കേപ്പ് ഫ്രം ദ വെൽ. നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഔട്ട് ദ ഓപ്പോസിറ്റ് വേർഡ് ഫോർ ഫോർഗോട്ട് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ഫോർഗോട്ട് എന്ന് പറഞ്ഞാൽ മറക്കുക, അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മളോട് കണ്ടെത്താനാണ്. അപ്പോൾ നമുക്കറിയില്ല, റിമെമ്പേർഡ് ലാസ്റ്റല്ല, ഓർമ്മിക്കുക. ഓക്കെ, അപ്പോൾ എന്താണ്? ദ ഓപ്പോസിറ്റ് വേർഡ് ഓഫ് ഫോർഗോട്ട് ഈസ് റിമെമ്പേർഡ്. ഓക്കെ, ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഈസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ സ്റ്റോറിക്ക് ഒരു മെസ്സേജ് ഉണ്ട്. അതെന്താണ്? ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ടു ബി കോഷ്യസ് വെൻ ഡീലിംഗ് വിത്ത് സ്ട്രേഞ്ചേഴ്സ് ആൻഡ് നോട്ട് ടു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് വാട്ട് ദേ സേ. അപ്പോൾ ഇതിൻ്റെ മെസ്സേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അപരിചിതരുമായിട്ട് ഇടപെടുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആൻഡ് നോട്ട് ടു ബ്ലൈൻഡ്ലി ട്രസ്റ്റ് വാട്ട് ദേ സേ. അവർ പറയുന്നത് കണ്ണും പൂട്ടി നമ്മൾ വിശ്വസിക്കരുത്. അതിന് നമുക്ക് ഇത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് അതായത് അമ്മ പറഞ്ഞ വേർഡ്സ് ബി കെയർഫുൾ വൈ ടേക്കിംഗ് ദ വേർഡ്സ് ഓഫ് സ്ട്രേഞ്ചേഴ്സ് എന്ന് എഴുതിയാൽ മതി.
ഓക്കെ, ഇനി അടുത്തത് ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. അപ്പോൾ സ്റ്റോറിക്ക് നല്ല ടൈറ്റിൽ എന്താണ്? ദ കണ്ണിങ് ഫോക്സ്, സൂത്രശാലിയായ കുറുക്കൻ എന്ന് നമുക്ക് കൊടുക്കാം. അപ്പം വളരെ എളുപ്പമുള്ള ആക്ടിവിറ്റീസാണ്. അപ്പോൾ നമ്മൾ 5 മാർക്ക് ആരും മിസ്സാക്കരുത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം കോൺവേഴ്സേഷനാണ്. ദ ബാഡ്സ് ഇൻ ദ സ്റ്റോറി ദ റൈറ്റ്ഫുൾ ഇൻഹെറിറ്റേഴ്സ് ഓഫ് ദ എർത്ത് യൂസ്ഡ് ടു ഡിസ്ട്രോയ് ദ കോക്കനട്ട്. അപ്പോൾ കോക്കനറ്റൊക്കെ നശിപ്പിക്കാൻ ആര്? ബാഡ്സ് നശിപ്പിക്കുകയാണ്. ബഷീർസ് വൈഫ്സ് വാസ് വെരി സാഡ്. അപ്പോൾ ബഷീറിൻ്റെ ഭാര്യയ്ക്ക് ഭയങ്കര സങ്കടമുണ്ട്. ഷി വാണ്ടഡ് ടു കിൽ ദ ബാഡ്സ്. അപ്പോൾ എന്ത് ചെയ്യണം? ഇനി ആ ബാഡ്സിനെ കൊല്ലണം. സോ ഷി വെൻറ്റ് ടു ഹെർ കസിൻ ഫോർ ഹെൽപ്പ്. അപ്പോൾ കസിൻ്റെ അടുത്ത് പോവുകയാണ് സഹായത്തിന് വേണ്ടിയിട്ട്. റൈറ്റ് ദ ലൈക്ലി കോൺവെർസേഷൻ ബിറ്റ്വീൻ ബഷീർസ് വൈഫ് ആൻഡ് ഹെർ കസിൻ. അപ്പോൾ അവർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടാകുക, എന്താ പ്രശ്നം എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുമല്ലോ കസിനും. അപ്പോൾ അവർ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ടാവും. അറ്റ്ലീസ്റ്റ് 5 എക്സ്ചേഞ്ച്, 5 സംഭാഷണങ്ങളെങ്കിലും നമ്മൾ എഴുതണം. ബഷീർസ് വൈഫ് ടുഡേ ഐ ആം വെരി സാഡ്. ബഷീറിൻ്റെ ഭാര്യ പറയാണ്, ഇന്ന് ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അപ്പോൾ കസിൻ ചോദിക്കുക എന്താ പറ്റിയെന്ന് ചോദിക്കില്ലേ. അപ്പോൾ വൈ, വാട്ട് ഹാപ്പൻ, യു ലുക്ക് വറീഡ്. എന്താ പറ്റിയത്, നിങ്ങൾക്ക് എന്താ പറ്റിയത്, എന്താ കാരണം, നീ വളരെ വറീഡായിട്ടാണല്ലോ കാണുന്നതെന്ന് പറയും. അപ്പോൾ ബഷീർസ് വൈഫ്, ദോസ് ബാഡ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്സ് എഗെയിൻ ഐ ആം അറ്റ് മൈ വിറ്റ്സ് എൻഡ്. എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. ദോസ് ബാഡ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്സ് എഗെയിൻ. കോക്കനറ്റൊക്കെ നശിപ്പിക്കുകയാണ്. ഇത് എഴുതിയാൽ മതി. ദോസ് ബാഡ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്സ് എഗെയിൻ. ഓക്കെ, അതെഴുതിയാൽ മതി. നെക്സ്റ്റ് കസിൻ, ഐ സീ ദാറ്റ് ക്യാൻ ബി ഫ്രസ്ട്രേറ്റിംഗ്. ഓ, അത് ശരി, ഭയങ്കര എന്താണ് ഫ്രസ്ട്രേറ്റഡ് ആവുന്നുണ്ടാവല്ലേ, ഭയങ്കര എന്താണ് ശല്യമാവുന്നുണ്ടല്ലേ. വാട്ട് ഡു യു പ്ലാൻ ടു ഡു അബൌട്ട് ഇറ്റ്. നിങ്ങൾക്ക് എന്താ പ്ലാൻ അതിനെ പറ്റിയിട്ട്? അപ്പോൾ ബഷീറിൻ്റെ വൈഫ് പറയണം, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. എനിക്കത് എങ്ങനെയെങ്കിലും ഓടിക്കണം. ക്യാൻ യു ഹെൽപ്പ് മീ. നിങ്ങൾക്ക് എന്നെ സഹായിക്കാൻ പറ്റുമോ? മേ ബി വി ക്യാൻ ഫൈൻഡ് എ വേ ടു സ്കെയർ ദം എവേ ഓർ ട്രാപ്പ് ദം. നമുക്കതിനെ പേടിപ്പിക്കുക അല്ലെങ്കിൽ അതിനെ ട്രാപ്പ് ചെയ്യുക, എന്തെങ്കിലും ഒരു വഴി നമുക്ക് നോക്കിയാലോ. ഐ വാണ്ടഡ് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ക്യാൻ യു ഹെൽപ്പ് മീ. മേ ബി വി ക്യാൻ ഫൈൻഡ് എ വേ ടു സ്കെയർ ദം, പേടിപ്പിക്കാം, എ വേ ഓർ ട്രാപ്പ് ദം, അല്ലെങ്കിൽ നമുക്ക് ട്രാപ്പ് ചെയ്യാം, കെണിപ്പെടുത്താം. കസിൻ, ഓക്കെ ലെറ്റ്സ് തിങ്ക് അബൌട്ട് ഇറ്റ്. ഒന്നെങ്കിൽ ഇത് മാത്രം മതി, നമ്മൾ 5 എക്സ്ചേഞ്ചസ് മതി. വി ഡോണ്ട് വാണ്ട് ടു ഹാം ദം. അല്ലെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൊടുക്കാം. ഒരു സിമ്പിളായിട്ടുള്ള കോൺവെർസേഷൻ ഞാനിത് അപ്പുറം കൊടുക്കുന്നുണ്ട്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആണ്, എന്നാലും നിങ്ങൾ വായിച്ച് നോക്കുക. വി ഡോണ്ട് വാണ്ട് ടു ഹാം ദം ബട്ട് വി നീഡ് ടു പ്രൊട്ടക്റ്റ് അവർ കോക്കനട്ട്. നമുക്കതിനെ ഉപദ്രവിക്കേണ്ട. ഡോണ്ട് വാണ്ട് ടു ഹാം ദം എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. ബട്ട് വി നീഡ് ടു പ്രൊട്ടക്റ്റ് യുവർ കോക്കനട്ട്. പക്ഷേ എന്ത് ചെയ്യണം? തേങ്ങ നമുക്ക് എന്തായാലും സംരക്ഷിക്കണം. ഐ ഹാവ് ആൻ ഐഡിയ. എനിക്കൊരു ഐഡിയ ഉണ്ട്. വി ക്യാൻ ട്രൈ യൂസിങ് സം നോയ്സ് മേക്കിംഗ് ഡിവൈസസ് ടു സ്കെയർ ദം എവേ. അപ്പോൾ നമുക്ക് കുറച്ച് ശബ്ദമുണ്ടാക്കുന്ന എന്തെങ്കിലും ഉപകരണം ഉപയോഗിച്ചാലോ അവറ്റകളെ സ്കെയർ എവേ ദം എവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആട്ടി ഓടിക്കാൻ എന്തെങ്കിലും സൗണ്ട് മേക്കിംഗ് ഡിവൈസസ് ഉണ്ടാക്കിയാലോ എന്ന് കസിന് സജസ്റ്റ് ചെയ്യാണ്. ഇത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോൺവേഴ്സേഷനാണ്. ഇനി നമുക്കൊരു സിമ്പിളായിട്ടുള്ള 5 എണ്ണം നമുക്ക് നോക്കാം. ഐ ആം വെരി സാഡ് ടുഡേ. അപ്പോൾ ചോദിക്കും, വാട്ട് സ്ട്രോങ്. ദ ബാഡ്സ് ആർ ഡെസ്ട്രോയിങ് അവർ കോക്കനട്ട്. അതുകൊണ്ട് കോക്കനറ്റൊക്കെ നശിപ്പിക്കാമെന്ന് പറയും. അപ്പോൾ കസിൻ എന്താ പറയുന്നത്? ദാറ്റ്സ് ഫ്രസ്ട്രേറ്റിംഗ്. ഓ, അത് ഭയങ്കര അലോസരമാണല്ലോ. വാട്ട് ഡു യു വാണ്ട് ടു ഡു. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബഷീർസ് വൈഫ്, ഐ വാണ്ട് ടു ഗെറ്റ് റിഡ് ഓഫ് ദം. ക്യാൻ യു ഹെൽപ്പ് മീ. എനിക്ക് എങ്ങനെയെങ്കിലും അവയെ ഓടിക്കണം. താങ്കൾക്ക് സഹായിക്കാൻ പറ്റുമോ? അപ്പോൾ കസിൻ പറയാണ്, ഓക്കെ ലെറ്റ്സ് തിങ്ക് ഓഫ് എ വേ ടു സ്കെയർ ദം എവേ. അവരെ ആട്ടി ഓടിക്കാൻ നമുക്ക് എന്തെങ്കിലും വഴി ആലോചിക്കാം. ഓക്കെ, അപ്പോൾ 2 എണ്ണം ഉണ്ട്. അപ്പോൾ നിങ്ങൾ 2 എണ്ണം വായിച്ച് മനസ്സിലാക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്കൊരു പോസ്റ്ററാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. പ്രൊട്ടക്റ്റിംഗ് നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പോസ്റ്ററാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അപ്പോൾ പോസ്റ്റർ മേക്കിങ്ങിന് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഓൾറെഡി ഇപ്പോൾ 4 ക്വസ്റ്റ്യൻ പേപ്പർ ഈ ഒരു ഇയറിൽ ഡിസ്കസ് ചെയ്തു. നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഒരുപാട് 6ാം ക്ലാസ്സിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ നിങ്ങൾ ഓൺലൈൻ ക്ലാസ് എന്ന ചാനൽ കയറി നോക്കുക. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത എല്ലാത്തിലും പോസ്റ്റർ എന്തായാലും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ക്രയോൺസൊക്കെ നിങ്ങളുടെ കയ്യിൽ കരുതുക. എന്നിട്ട് ഏതാണോ ടോപ്പിക്ക്, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞതിൽ നമ്മൾ എന്തായിരുന്നു, വാട്ടറിനെ പറ്റിയിട്ടുള്ളൊരു പോസ്റ്ററായിരുന്നു. ഇതിപ്പോൾ നമുക്ക് നേച്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അപ്പോൾ നേച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മണ്ണും കുറച്ച് ട്രീസൊക്കെ വരയ്ക്കുക. എന്നിട്ട് ഒരു മെസ്സേജ് നമ്മൾ അവിടെ കൊടുക്കണം. ഒരു മെസ്സേജ് ഇമ്പോർട്ടൻ്റ് ആണ് പോസ്റ്ററിന്. അപ്പോൾ ഇവിടെ പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്, പ്രൊട്ടക്റ്റിംഗ് എർത്ത്, പ്ലാന്റിനെ സംരക്ഷിക്കുക, ഭൂമിയെ സംരക്ഷിക്കുക. അത് കൊടുത്ത് ദ എർത്ത് ഈസ് യുവേഴ്സ്, സേവ് ഇറ്റ്, റെഡ്യൂസ് വേസ്റ്റ് ആൻഡ് റീസൈക്കിൾ ദം ഇൻസ്റ്റഡ്. ഇങ്ങനെയൊക്കെ നമുക്ക് കുറേ ക്യാപ്ഷൻസ് കൊടുക്കാം. അറ്റ്ലീസ്റ്റ് ഒരു ക്യാപ്ഷനോ ഒരു ടൈറ്റിലോ എന്തായാലും കൊടുക്കണം. ഓക്കെ, പിന്നെ നമ്മൾ കളർഫുള്ളാക്കുക. അതേപോലെ ഗുഡ് പ്ലാനറ്റ്സ് ആർ ഹാർഡ് ടു ഫൈൻഡ്, ഡോണ്ട് ബ്ലോ ഇറ്റ്. അങ്ങനെ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഓരോ മെസ്സേജോ ക്യാപ്ഷൻസൊക്കെ കൊടുക്കാം. ഇനി അടുത്ത നമുക്കൊരു സ്പീച്ചാണ്. ദ സ്റ്റോറി ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെർ ഹെഗ്സ് റിവീൽ ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫാമിംഗ് ആൻഡ് ഡിഗ്നിറ്റി ഓഫ് ലേബർ. ആ ഒരു ചാപ്റ്ററിൽ ഈ ഫാമിങ്ങിൻ്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ ഡിഗ്നിറ്റി ഓഫ് ലേബർ, അതായത് അധ്വാനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ചും നമ്മളോട് പറയുന്നൊരു സ്റ്റോറിയാണല്ലോ ദ ഗ്രെയിൻ ആസ് ബിഗ് ആസ് ഹെസ് എഗ്. ദ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഹാസ് decided to conduct a harvest festival. You are asked to deliver a speech in connect with the festival. അപ്പോൾ നമ്മുടെ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളോടൊരു സ്പീച്ച് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് ഹിൻസൊക്കെ കൊടുത്തിട്ടുണ്ട്. ഹെൽത്തി ഫുഡ്, ഫ്രഷ് വെജിറ്റബിൾ, യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ്, ഹെൽത്ത് പ്രോബ്ലംസ്, ലവ് ടുവേർഡ്സ് ഫാമിംഗ്, യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ്. ഈ ഒരു പോയിൻ്റൊക്കെ വെച്ചിട്ട് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കറിയാം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ നമ്മൾ ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു സല്യൂട്ടേഷൻ വേണമല്ലേ, നമ്മൾ ഗസ്റ്റിനെയൊക്കെ നമ്മൾ അഭിസംബോധന ചെയ്യണം. അപ്പോൾ നമുക്ക് എഴുതാം, ഹോണറബിൾ ഗസ്റ്റ്, എസ്റ്റീംഡ് ഫാമേഴ്സ് ആൻഡ് ഫെല്ലോ സിറ്റിസൺസ്, today we celebrate our harvest festival honoring the hard work and dedication of our farmers. അപ്പോൾ ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞാൽ വിളവെടുപ്പിൻ്റെ ആഘോഷം. അത് നമ്മൾ എന്തിനാണ് ആഘോഷിക്കുന്നത്? ഹോണറിങ് ദ ഹാർഡ് വർക്ക് ആൻഡ് ഡെഡിക്കേഷൻ ഓഫ് അവർ ഫാമേഴ്സ്. നമ്മുടെ കർഷകരുടെ അധ്വാനത്തെയും അവരുടെ അർപ്പണബോധത്തെയും ഹോണർ ചെയ്യാനാണ്, ബഹുമാനിക്കാനാണ്, അതിനൊരു ആദരവ് കൊടുക്കാനാണ് നമ്മൾ ചെയ്യുന്നത്. ടുഡേ വി celebrate our harvest festival honoring the hard work and dedication of our farmers. Farming is the backbone of our society, providing us with healthy food and sustaining our communities. അപ്പോൾ ഫാമിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഒരു ബാക്ക് ബോൺ ആണ്, അതായത് സമൂഹത്തിലെ നട്ടെല്ലാണ്. പ്രൊവൈഡിങ് ഹാസ്, ഫാമിംഗ് കൊണ്ടുള്ള ഉപകാരങ്ങൾ എന്തൊക്കെയാണ്? ഹെൽത്തി ഫുഡാണ്. സസ്റ്റെയിനിങ് അവർ കമ്മ്യൂണിറ്റി, നമ്മുടെ സമൂഹത്തിൻ്റെ നിലനിൽപ്പ് തന്നെ എന്തുകൊണ്ടാണ്? ഫാമിംഗ് കൊണ്ടാണ്. However, the excessive use of pesticides and fertilizers has led to soil pollution, water contamination and health problems. പക്ഷേ എന്നിരുന്നാലും അമിതമായ പെസ്റ്റിസൈഡ്സിൻ്റെ ഉപയോഗം, അതേപോലെ തന്നെ അമിതമായിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, വളങ്ങളുടെ ഉപയോഗം, ഇതൊക്കെ എന്തിലേക്ക് നയിച്ചിരിക്കുന്നു? സോയിൽ പൊല്യൂഷൻ, അതേപോലെ വാട്ടർ കോണ്ടാമിനേഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്. ലെറ്റ് us promote sustainable farming practices that prioritize natural and organic method. അപ്പോൾ നമ്മൾ എന്തിനെ പ്രോത്സാഹിപ്പിക്കണം? ലെറ്റ് us promote sustainable farming practices, നാച്ചുറൽ ആൻഡ് ഓർഗാനിക് മെത്തേഡ് ഉപയോഗിച്ചിട്ടുള്ള ഫാമിംഗ് പ്രാക്ടീസിനെ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊമോട്ട് ചെയ്യണം. ആസ് വി സെലിബ്രേറ്റ്, ലെറ്റ് us acknowledge the dignity of labor that our farmers embody. Farming is the way of life that require hard work, dedication and love. Thank you. ഇനി നെക്സ്റ്റ് നമുക്ക് ഫ്രെയിം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എന്തിനെ പറ്റിയിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കേണ്ടത്? വായിച്ചു നോക്കാം. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് മലാല യൂസഫ്സായി. ഇപ്പോൾ നമ്മൾ ആ ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. സപ്പോസ് യുവർ സ്കൂൾ പ്ലാൻസ് ടു കൺഗ്രാജുലേറ്റ് മലാല. അപ്പം മലാലയെ കൺഗ്രാജുലേറ്റ് ചെയ്യാൻ നമ്മുടെ സ്കൂളിൽ ഒരു പ്ലാൻ ഉണ്ട്.
ഹു റേസ്ഡ് ഹെർ വോയിസ് ഫോർ ദ എഡ്യൂക്കേഷൻ ഓഫ് ഗേൾസ്. അപ്പം മലാല യൂസഫ്സായിനെ കുറിച്ച് അറിയാമല്ലോ. ഗേൾസിൻ്റെ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ശബ്ദമുയർത്തിയ ആളാണ് മലാല യൂസഫ്സായി. നൗ ഇമാജിൻ ദാറ്റ് മലാല ഈസ് യുവർ ഗസ്റ്റ്. അപ്പം നിങ്ങൾ എന്താ ഇമാജിൻ ചെയ്യേണ്ടത്, നിങ്ങൾ എന്താ സങ്കല്പിക്കേണ്ടത്? മലാലയാണ് നിങ്ങളുടെ സ്കൂളിലെ ഗസ്റ്റ് എന്നാണ് നിങ്ങൾ സങ്കല്പിക്കേണ്ടത്. യു ക്യാൻ ആസ്ക് സം ക്വസ്റ്റ്യൻസ് ടു ഹെർ. അപ്പം നിങ്ങൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, അപ്പോൾ അത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഫ്രെയിം 5 സ്യൂട്ടബിൾ ക്വസ്റ്റ്യൻസ് ഫോർ ദാറ്റ്. അപ്പോൾ അതിനൊരു 5 ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ 5 മാർക്കിൻ്റെ ചോദ്യമാണ്. അപ്പോൾ 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ നിങ്ങൾക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ഇൻസ്പയർഡ് ടു ഫൈറ്റ് ഫോർ ഗേൾസ് എഡ്യൂക്കേഷൻ. അപ്പോൾ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ താങ്കളെ ഇൻസ്പയർ ആക്കിയത്, അതായത് പ്രചോദനം ചെയ്തത് എന്താണ്, പ്രചോദനമേകിയത് എന്താണ്? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ അറ്റാക്ഡ്. മലാല അറ്റാക്ക് ചെയ്യപ്പെട്ടിരുന്നല്ലോ, അപ്പോൾ എന്താണ് താങ്കൾക്ക് തോന്നിയത്? ഹൗ ഡിഡ് യു ഫീൽ വെൻ യു വർ അറ്റാക്ഡ്. തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗീവ് ടു ഗേൾസ് അറൗണ്ട് ദ വേൾഡ്സ്. അപ്പോൾ ലോകത്തുള്ള പെൺകുട്ടികളോട് താങ്കൾക്ക് എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളത്? വാട്ട് മെസ്സേജ് ഡു യു വാണ്ട് ടു ഗീവ് ടു ഗേൾസ് അറൗണ്ട് ദ വേൾഡ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ, ഹൗ ക്യാൻ വി ഹെൽപ്പ് ഗേൾസ് ഗെറ്റ് ആൻ എഡ്യൂക്കേഷൻ. ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം കിട്ടാൻ നമുക്ക് എങ്ങനെയൊക്കെ സഹായിക്കാൻ പറ്റും? വാട്ട് ഈസ് യുവർ അഡ്വൈസ് ടു ഗേൾസ് ഹു വാണ്ട് ടു മേക്ക് എ ഡിഫറൻസ്. ഒരു മാറ്റം ആഗ്രഹിക്കുന്ന പെൺകുട്ടികൾക്ക് താങ്കൾക്ക് എന്ത് അഡ്വൈസാണ് കൊടുക്കാനുള്ളത്? അതാണ് നമ്മുടെ 5ാമത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ് നമുക്ക് 6ാമത്തെ ആക്ടിവിറ്റി നോക്കാം. തോട്ട്സ് ആണ്. ഓക്കെ, സിൻഡ്രല്ലയുടെ പാഠത്തു നിന്നുള്ള തോട്ട്സ് ആണ്. Okay, Cinderella went to the ball dressed in wonderful clothes. നമ്മുടെ ആ സ്റ്റോറിയൊക്കെ വായിച്ചാണല്ലോ. സിൻഡ്രല്ല നല്ല ബ്യൂട്ടിഫുള്ളായിട്ട് ഒരുങ്ങിയിട്ടാണ് ബോൾ എന്ന് വെച്ചിട്ട് പാർട്ടിക്ക് പോകുന്നത്. ഷീ ലുക്ക്ഡ് ലൈക്ക് എ പ്രിൻസസ്. ഒരു രാജകുമാരിയെ പോലെ തോന്നിയിരുന്നു. ഷീ ഡാൻസ്ഡ് വിത്ത് ദ പ്രിൻസുമായിട്ട് ഡാൻസ് ചെയ്തു. വെൻ ദ ക്ലോക്ക് സ്ട്രക്ക് 12 ഷീ റാൻ ബാക്ക് ഹോം. അങ്ങനെ 12 മണിയായപ്പോൾ എവിടെ എത്തി? വീട്ടിലേക്ക് ഓടിയെത്തി. ദ പ്രിൻസ് ഇൻവൈറ്റഡ് ഹെർ ടു ഡാൻസ് വിത്ത് ഹിം ദ നെക്സ്റ്റ് ഡേ. അടുത്ത ദിവസവും ക്ഷണിച്ചിരുന്നു. സിൻഡ്രല്ല വാസ് വെരി ഹാപ്പി. അപ്പോൾ സിൻഡ്രല്ല വളരെ ഹാപ്പിയാണ്. വാട്ട് വുഡ് ബി ഹെർ തോട്ട്സ്. ഇപ്പോൾ തോട്ട്സ് എഴുതാനാണ് പറഞ്ഞത്. നമുക്കിത് വാട്ട് എ മജിക്കൽ നൈറ്റ്. എന്തൊരു മാന്ത്രികതയുള്ള രാത്രിയാണ്. ഓക്കെ, എന്ത് അത്ഭുതങ്ങൾ നിറഞ്ഞ രാത്രിയാണ്. വാട്ട് എ മാജിക്കൽ നൈറ്റ്. ഐ ഫീൽ ലൈക്ക് എ റിയൽ പ്രിൻസസ്. ഞാനൊരു യഥാർത്ഥത്തിലുള്ള ഒറിജിനൽ പ്രിൻസസ് ആണെന്ന് തോന്നിപ്പോവുകയാണ്. ഐ ഫീൽ ലൈക്ക് എ റിയൽ പ്രിൻസസ്. ദ പ്രിൻസ് ഈസ് സോ ചാർമിങ് ആൻഡ് ഹാൻസം. രാജകുമാരൻ നല്ല രസമുണ്ട്, നല്ല സുന്ദരനാണ്. ഐ ഹാഡ് ദ ബെസ്റ്റ് ടൈം ഡാൻസിങ് വിത്ത് ഹിം. അദ്ദേഹത്തെ കൂടെയുള്ള ഡാൻസ് ചെയ്തപ്പോൾ അത് എൻ്റെ ബെസ്റ്റ് ടൈമായിരുന്നു. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു ലീവ് സോ സഡൻലി. അവിടുന്ന് പെട്ടെന്നൊന്നും ഇങ്ങനെ വരേണ്ടിയിരുന്നില്ല. അതാണ് അതിൻ്റെ അകത്ത്. ഐ വിഷ് ഐ ഡിഡിൻറ്റ് ഹാവ് ടു ലീവ് സോ സഡൻലി. ഇത്ര പെട്ടെന്ന് അവിടെ നിന്ന് വരേണ്ടിയിരുന്നില്ല എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. ഐ ഹോപ്പ് ഹി റിയലി വാണ്ട്സ് ടു സീ മീ എഗെയിൻ ടുമാറോ. അദ്ദേഹം നാളെ എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഐ ആം സോ എക്സൈറ്റഡ്. എന്നെ ആകെ എക്സൈറ്റഡ് ആണ്. കുഡ് ദിസ് ബി ദ സ്റ്റാർട്ട് ഓഫ് സംതിങ് സ്പെഷ്യൽ എന്നൊക്കെ അവൾ ചിന്തിക്കുകയാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് എഡിറ്റിംഗ് ആണ്. ഇറ്റ് വാസ് 2 acre പ്ലോട്ട് ബൈ കോക്കനട്ട് പംപ്സ്. ഇവിടെ ബൈ അല്ല യൂസ് ചെയ്യുക. ഇവിടെ എന്താണ്? കോക്കനട്ട് പംപ്സിൽ ഏക്കർ പ്ലോട്ടിൽ എന്താ ഉള്ളത്? കോക്കനട്ട് പംപ്സ് ആണുള്ളത്. അപ്പോൾ അവിടെ യൂസ് ചെയ്യേണ്ടത് വിത്ത് കോക്കനട്ട് പംപ്സ് ആണ്. പ്രപ്പോസിഷനാണ് അവിടെ തെറ്റ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ദർ എന്ന് പറയുമ്പോൾ ക്യാപിറ്റലാണ് ചെയ്യേണ്ടത്. ക്യാപിറ്റലൈസേഷൻ. ദർ ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ. ടി ഷുഡ് ബി ക്യാപിറ്റൽ ലെറ്റർ എന്നുകൊണ്ടാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, മംഗൂസസ് ഇൻ ദ ബാംബൂ തിക്കറ്റ് ആൻഡ് ദർ വാസ് ഫോക്സസ് എന്ന് പറയില്ല. ദർ വേർ, അതായത് ഫോക്സസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലൂരലാണ്. ഒന്നിലധികം ഫോക്സസ് ഉണ്ട്.
അപ്പോൾ സിംഗുലർ ആയാലും മാത്രമേ നമ്മൾ ഒന്നാണെങ്കിൽ നമ്മൾ ദർ വാസ് ഫോക്സ് എന്ന് നമുക്ക് പറയാം. ഇവിടെ ഫോക്സസ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ദർ വേർ എന്നാണ് നമുക്ക് യൂസ് ചെയ്യുന്നത്. വേർ ഫോക്സസ് ഇൻ ദ ഷ്രബ്സ്. ദേ വേർ റെഡി ടു പൗൺസ്. ഇവിടെ എന്താ മിസ്റ്റേക്ക്? പൗൺസിൻ്റെ സ്പെല്ലിംഗ് തെറ്റാണ്. POUNCE ഇതാണ് ഇതിൻ്റെ സ്പെല്ലിംഗ്. ഓൺ എൻ്റെ മിസ്റ്റേക്ക് എന്താണ്? എ അല്ല ഇവിടെ വേണ്ടത്, ഓൺ ദ ഹാൻഡ്സ് ആണ് വേണ്ടത്. ദ ആണ് ഇവിടെ വേണ്ടത്, ഓൺ ദ ഹാൻഡ്സ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്? ഇറ്റ് വാസ് ടു ഏക്കർ പ്ലോട്ട് വിത്ത് കോക്കനട്ട് പാംസ്. ദർ ക്യാപിറ്റൽ ലെറ്റർ എഴുതാം. പിന്നെ വേർ ഫോക്സസ്, ദ വേർ റെഡി ടു പൗൺസ്. പൗൺസിൻ്റെ സ്പെല്ലിങ് തെറ്റാണ്, ഓൺ ദ ഹാൻഡ്സ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ 6ാം ക്ലാസ് പഠിക്കുന്ന കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ ഒരുപാട് വീഡിയോസ് ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സെക്കൻഡ് ടേമിൻ്റെ എല്ലാ സബ്ജക്റ്റ്, മാത്സ്, ബേസിക് സയൻസ്, സോഷ്യൽ സയൻസ്, ഇംഗ്ലീഷ്, ഹിന്ദി, കേരള പാഠാവലി, അടിസ്ഥാന പാഠാവലി തുടങ്ങിയ എല്ലാ സബ്ജക്റ്റിൻ്റെയും സെക്കൻഡ് ടൈം എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, താങ്ക് യു.